പ്രൊമോഷൻ കിട്ടി ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് അംഗമായിട്ട് വന്നിട്ടുണ്ട്. എന്താണ് അല്ല, പാർട്ടി നാഷണൽ കൗൺസിലിൻ്റെ തീരുമാനമാണ്. അതിനനുസരിച്ച് ആ തീരുമാനം പ്രപ്പോസ് ചെയ്തു. ദേശീയ നിർവാഹക സമിതിയിലെടുത്ത തീരുമാനം ദേശീയ കൗൺസിലിന് മുമ്പാകെ വെക്കുകയും ആ ദേശീയ കൗൺസിൽ അത് അംഗീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നമ്മളെ പാർട്ടി ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഇനിയും അങ്ങോട്ടും വേണം. ആ ഉത്തരവാദിത്തങ്ങൾ, പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിനും അതുപോലെ തന്നെ കൂടുതൽ ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുന്നതിനും ആ ജനങ്ങളോടൊപ്പം നിൽക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും ഒക്കെ തന്നെ പിന്തുണ ആവശ്യമാണ്. അത് ഞാൻ നിങ്ങളോട് പ്രതീക്ഷിക്കുകയുമാണ്. ദേശീയ തലത്തിലടക്കം ഒരു തിരിച്ചടി കൂടി ഉണ്ടായിട്ടുള്ളൊരു സാഹചര്യമല്ലേ? തീർച്ചയായിട്ടും അത് പാർട്ടി ഇപ്പം നാഷണൽ 2 ദിവസത്തെ ദേശീയ നിർവാഹക സമിതിയും 3 ദിവസത്തെ ദേശീയ കൗൺസിൽ യോഗവും വളരെ വിശദമായി ഈ കാര്യങ്ങൾ രാജ്യത്ത് നിന്ന് നിലനിൽക്കുന്ന രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക രംഗത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുകയും അതിനനുസരിച്ച് അതെങ്ങനെ നമ്മൾ അതുമായി പ്രതികരിക്കണമെന്നും അത് എങ്ങനെ മുന്നോട്ടേക്ക് പോകണമെന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. പാർട്ടി ജനറൽ സെക്രട്ടറിയും പാർട്ടി ഒക്കെ ചേർന്നുകൊണ്ട് പാർട്ടി അതുമായി സംബന്ധിച്ചൊരു പത്രസമ്മേളനം നടത്തി ആ കാര്യങ്ങൾ എല്ലാവരെയും അറിയിക്കുന്നതാണ്. രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള സ്ഥാനാർത്ഥിത്വത്തിൽ താങ്കൾക്ക് എതിർപ്പ് അറിയിച്ച് കത്ത് കൊടുത്തു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു. അല്ല, ഞാനവിടെ മത്സരിച്ചല്ലോ. പാർട്ടി തീരുമാനം അനുസരിച്ച് ഞാൻ മത്സരിച്ചിട്ടുണ്ട്. അതിൽ പിന്നെ അതൊക്കെ ഞാൻ മത്സരിച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇനിയിപ്പോൾ പഴയ കഥകളിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഊഹാപോഹങ്ങളിലേക്കൊന്നും നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ട ഒരു പുതിയ സാഹചര്യമാണ് ഇന്ന് ഈ രാജ്യത്തുള്ളത്. ആ സാഹചര്യം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് BJP ഒരു പരാജയം നേരിട്ടിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. എന്നാൽ അവർ NDA ത്രൂ പവറിലിരിക്കുകയാണ്, അധികാരത്തിലിരിക്കുകയാണ്. എന്നാൽ അതേസമയം ഞങ്ങൾ കാണുന്നത് ഈ രാജ്യത്തെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ, RSS വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ അതേ ശക്തിയോടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ആ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ അവരുടെ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇവിടെ എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങളും കൂടുതൽ സജീവമാക്കാൻ പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ അക്കാര്യം പത്രസമ്മേളനം നടത്തി അക്കാര്യങ്ങൾ വയനാട്ടിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. പ്രിയങ്ക ഗാന്ധി അതിനെക്കുറിച്ചൊന്നും പാർട്ടി അത് തെരഞ്ഞെടുപ്പിൻ്റെ ഡേറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടില്ല. ആ കാര്യങ്ങളൊന്നും അതുകൊണ്ട് അത് ഞങ്ങളുടെ അജണ്ടയിൽ ഉണ്ടായിരുന്നില്ല. മാഡം മത്സരം കഴിഞ്ഞു എങ്കിലും ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് അങ്ങനെ മത്സരിക്കുന്നതിനൊരു വിയോജിപ്പ് മാഡത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഒരു കത്ത് കൊടുത്തു. മത്സരം കഴിഞ്ഞു, ഞാൻ മത്സരിച്ചു, ഞാൻ അവിടെ രാഹുൽ ഗാന്ധി വിജയിച്ചു, ഞാൻ പരാജയപ്പെട്ടു. ഇതൊക്കെയല്ല ഇപ്പം നമ്മുടെ മുമ്പിലുള്ള അത്. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഞാൻ ഒരു പാർട്ടി മെമ്പറാണ്. ആ പാർട്ടി മെമ്പർക്ക് പറയാനുള്ള എൻ്റെ ഫോറങ്ങളിൽ അത് പറയാം. അങ്ങനെ ആ ഒരു ഫോറം അപ്പോൾ സാധ്യമല്ലെങ്കിൽ അത് കത്തുകളുടെ അത് എല്ലാവർക്കും ഒരു CPIയുടെ ഓരോ മെമ്പർക്കുമുള്ള അവകാശമാണത്. ഞങ്ങൾ പല അഭിപ്രായങ്ങളുണ്ടാകും. എന്നാൽ ആ അഭിപ്രായങ്ങളെല്ലാം അതിനെക്കുറിച്ച് പരിശോധിച്ചുകൊണ്ട് ഒരു പൊതുവായ തീരുമാനം എടുക്കും. അങ്ങനെ ഏത് കാര്യത്തിലായാലും അങ്ങനെയാണ് ഈ പാർട്ടി പ്രവർത്തിക്കുന്നത്. ആ പാർട്ടിയുടെ പ്രവർത്തനത്തിനനുസരിച്ച് ഒരു കേഡർ എന്ന നിലയിൽ ഞങ്ങൾ എല്ലാവരും അങ്ങനെയാണ്. ഇത് ഞങ്ങളുടെ മറ്റൊരു നാഷണൽ കൗൺസിൽ മെമ്പറാണ് രാജസ്ഥാനിൽ നിന്ന് ഇഷ സിദ്ധു. ഞങ്ങൾ ഓരോരുത്തരും നാഷണൽ കൗൺസിൽ മെമ്പർ എന്നല്ല, പാർട്ടി ബ്രാഞ്ച് മെമ്പർ മുതൽ ദേശീയ ജനറൽ സെക്രട്ടറി വരെ ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ CPMന്റെ വേണ്ട പിന്തുണ കിട്ടിയിട്ടില്ലെന്ന് വിലയിരുത്തലുണ്ടോ? അതങ്ങനെയൊന്നും ആ രീതിയിലേക്കൊന്നും വിലയിരുത്തലൊന്നും നടത്തിയിട്ടില്ല. ഇവിടെ ഓവറോൾ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട്, ഇനി ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് CPIയുടെ മുമ്പിലുള്ള വെല്ലുവിളികൾ, അതിനെക്കുറിച്ചൊക്കെയാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുവല്ലോ, പാർട്ടി ജനറൽ സെക്രട്ടറി പത്രസമ്മേളനം നടത്തി തീരുമാനങ്ങൾ അറിയിക്കും.